അപ്പോൾ അതാ നമ്മളിന്ന് ഒരു വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പകുതി ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ 4 പേർക്കുള്ള കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, അതുപോലെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. തേങ്ങ നന്നായി ഇത്രയും പാകമായി നന്നായിട്ട് മൂക്കണ്ട, ഇത്രയും പാകമായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷമാണ് മാറ്റി കൊടുത്തത്. അതിലേക്ക് കുറച്ച് പച്ച തേങ്ങയും കൂടി നമ്മൾ ചേർത്തിട്ട് അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഒരു പച്ചമുളക്, സവാള, ഒരു തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി ചേർത്ത് ചിക്കൻ വേവിച്ചെടുത്താണ്. അതിലേക്ക് നമ്മളിത് ഈ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് നമ്മൾ നന്നായി തിളപ്പിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ബ്രൗൺ കളറായി വരുന്നവരെ ആക്കിയെടുത്തിട്ട് നമ്മൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഈ വറവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയാണ്. അപ്പോൾ സാധാരണ അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാനിതിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായ കാരണം ഞാൻ അതിൻ്റെ കൂടെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി ആഡ് ചെയ്തു. അപ്പോൾ പത്തിരിക്ക് ഇത് ഞാൻ മാവൊക്കെ വാട്ടി കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ട് ഓരോന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പത്തിരി ഫുള്ള് പരത്തിയെടുക്കട്ടെ. അതിന് ശേഷം നമ്മളത് ഫ്രൈ പാനിൽ ആണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഫ്രൈ പാനിലാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഓട്ടുചട്ടിയിൽ ചുടുന്നേക്കാളും കൂടുതൽ എളുപ്പം ഈ ഫ്രൈ പാനിൽ ചുടുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കുക, വേഗം പരത്തി നല്ല പെട്ടെന്ന് പൊങ്ങി വരികയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഫ്രൈ പാനാണ്. അപ്പോൾ ഞാൻ അതിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ അതാ എല്ലാവരും സാധാരണ ചുടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ വരുന്നതൊക്കെ കാണാം. അപ്പോൾ നമ്മളതേ പത്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.